നീ ഒരു കാര്യം ചെയ്യ, വൈകിട്ട് താണ്ട കൊണ്ടുവരണേ. അപ്പൊ നമുക്ക് വേറെ 1-2 കോഴ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നല്ലൊരു കുപ്പി വെള്ളം എടുത്തിട്ട് ഒറ്റ കുടിക്കല്. മന്മഥനെ ആ സ്റ്റൂൾ എടുത്തിട്ട് അകത്തിട്ടിട്ട് അതിലൊരു റോബോട്ടിനെ എടുത്ത് നീ പോയി ഫ്ലെക്സ് വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ. വിവരമുള്ള എന്തെങ്കിലും പറഞ്ഞ അത് മനസ്സിലാക്കി ഈ നാട്ടുകാർ ഒരുത്തനും ഇല്ല. ചുമ്മാ അല്ല നാട് നന്നാവാത്ത. അപ്പൊ എന്നാ ശരി ശരി ശരി. അതെ സത്യേട്ടാ, ഈ പീഡിയത്തിനേലിരിക്കണ വിവരമില്ലാത്ത കോഴന്മാര് പറയണ കേട്ടിട്ട് മക്കളെ വല്ല കോഴ്സിനും കൊണ്ടുപോയി ചേർക്കല്ലേട്ടാ. ആരെങ്കിലും അറിവും വിവരമുള്ളവരോട് ചോദിച്ചിട്ട് ഫൈനൽ തീരുമാനം എടുത്താൽ മതി. അത്രേ ഉള്ളൂ. നാട്ടുകാരുടെ മക്കളുടെ കാര്യത്തിൽ എല്ലാവരും കരിയർ ഗൈഡൻസ് ഗുരുക്കന്മാരാണ്. അവനവന്റെ മക്കളുടെ കാര്യത്തിൽ ഒരാവലാതിയില്ല. അതെ. അപ്പൊ നോക്കിങ്ങളൊക്കെ ചെയ്താൽ മതി. സത്യ ഓ സത്യന്നെ ആ കടയിൽ വന്നു. അപ്പൊ ഞാൻ ഇതിലേ പോണേ. അപ്പൊ വീട്ടില് വിട്ടുകൊടുക്കാന്ന് കരുതി. സത്യന്റെ മോള് +2 എല്ലാത്തിനും A+ ഉണ്ടല്ലോ. അവളോട് അനുവദിക്കാനാ പറ്റുന്നത്. MBBS വിടാൻ പോണെന്നാ പറയണ. MBBS വിടാന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ഇപ്പൊ ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. MBBS വേണ്ട സത്യ. എന്തിന്? അപ്പൊ പിന്നെ ഏത്? ഞാനൊരു കാര്യം പറയട്ടാ. ഉള്ള ടൈപ്പ് റൈറ്റിംഗ് ഇത് എന്ത് വെളിവുകേടാ രാഘവേട്ടൻ പറയണ? ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കാനാ? എന്റെ രാഘവേട്ട, ടൈപ്പ് റൈറ്റർ മിഷ്യൻ തന്നെ കണ്ടം ചെയ്തിട്ട് കാലം അത്രയായി. ഇനി അതൊന്ന് കണ്ടു കിട്ടണമെങ്കിൽ തന്നെ ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയാൽ കണ്ട് ഇനി അത് പഠിച്ചിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ ഇനി ഞാൻ പറയട്ടാ, തുന്നപ്പണിക്കയച്ചേ പെണ്ണുങ്ങൾക്ക് പറ്റിയതല്ലേ തുന്നപ്പണി പഠിക്കാൻ. അതേ സത്യേട്ടാ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. മറക്കണ്ടാന്ന്. ഇല്ല ഇല്ല പറഞ്ഞോ. അതിനൂടാ തുന്നപ്പണിക്കൊക്കെ വിടാ. A+ ഒക്കെ വേണോ? അതെ, ഓക്ക് ഫുൾ A+ അല്ലേ. അതുകൊണ്ട് വേഗം തയ്യൽ പഠിക്കാ. അല്ലേ ഇപ്പൊ നീ ഉദ്ദേശിക്കുന്ന പുറത്തേടെയും കോളേജ് ചേർക്കാനല്ലേ? അതെ. അങ്ങനെ പുറത്തേടെയും കോളേജ് ചേർത്താണ്ടല്ല, പെണ്ണ് ആരെയും കൂടെ ഒളിച്ചോടി പോവും. അല്ല, രാഘവേട്ടന്റെ പേരക്കുട്ടി ലണ്ടനിലല്ലേ ഈ MBAക്ക് പഠിക്കണത്? പേരക്കുട്ടി ലണ്ടനിൽ തന്നെ. പക്ഷെ ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. സത്യന്റെ കുഞ്ഞിന്റെ കാര്യല്ലേ പറഞ്ഞത്. എന്റെ മോളുടെ കാര്യം അതല്ലേ പറഞ്ഞേ. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്റെ മോളെ തയ്യൽ പഠിപ്പിക്കണം. അല്ല, അത് നല്ലതാന്ന് ഞാൻ പറയുന്നു. അത് ഒരു നല്ല കാര്യല്ലേ, പഠിച്ചെടുക്കാൻ പറ്റും. എന്നാ ശരി. അല്ല പറയട്ടെ, പറഞ്ഞു തീർന്നിട്ടില്ല. എന്നാ എന്ത് തീരുമാനിച്ചെന്നിട്ട് തീരുമാനിക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കണക്കിലെടുക്കത്തില്ല. അതെ, എനിക്ക് തോട്ടത്തിൽ ലേശം പണിയുണ്ട്. പണിക്കാരുണ്ട്. അവിടെ ചെല്ല്. ഇക്കാലത്ത് ഒന്നും നല്ലതും പറഞ്ഞു കൊടുത്തൂടാ, ഒന്നും ദോഷവും പറഞ്ഞൂടാ. എല്ലാം കൊണ്ടിട്ട് എന്തൊരു നായിന്റെ മക്കളിത്. അയ്യയ്യേ.